അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സലഫികൾ എന്ന പേരിൽ സ്വയം പരിചയപ്പെടുത്തുന്ന സെൽഫികളായ മുജാഹിദുകളുടെ കൊള്ളരുതായ്മകളെക്കുറിച്ചാണ് നാം ഇതുവരെ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞു വന്നത്. ഇവർ പ്രമുഖരായ പണ്ഡിതന്മാരെ തക്ലീദ് പാടില്ല, അതുകൊണ്ട് തന്നെ മദ്ഹബ് അംഗീകരിക്കാൻ പാടില്ല എന്ന് ഒരേ സമയത്ത് പറയുന്നു. മറുഭാഗത്ത് അവരുടെ സക്കരിയ സ്വലാഹിയെയും ഹുസൈൻ സലഫിയെയും പോലെ മദ്ഹബിൻ്റെ ഇമാമുകളുടെ ചെരുപ്പ് തട്ടിയെടുത്ത് മണ്ണ് കഴുകാൻ പോലും യോഗ്യതയില്ലാത്ത അല്പജ്ഞാനികളെ തക്ലീദ് ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ ഞാൻ ഈ വീഡിയോയുമായി വന്നപ്പോൾ വീഡിയോയിലൊക്കെ ഇവരിടുന്ന കമൻ്റ് എന്ന് പറഞ്ഞാൽ സുന്നികൾ മൗലൂദ് കഴിക്കുന്നു. മൗലൂദിന് തഴവ ഉസ്താദിൻ്റെ ബൈത്തിൽ പോലും ഇത് ഹിജ്റ 300 ശേഷം വന്നതാ, അത് ബിദ്അത്താണ് എന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ട് സുന്നികൾ അത് കഴിക്കുന്ന സുന്നികളൊക്കെ ബിദ്അത്തിൻ്റെ അഹിലുകാരാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതേപ്പറ്റി ഞാൻ യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ ഹുസൈൻ സലഫിയുടെ ഒരു മൗലൂദ് ഗാനമേള തന്നെ കാണുകയുണ്ടായി സുഹൃത്തുക്കളെ. അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്പുറം തങ്ങളെ പറ്റിയും അതുപോലെ CM മടവൂരിനെ പറ്റിയൊക്കെ ഓരോരുത്തർ എഴുതിയേ. നമ്മളും സാധാരണ സുന്നി പണ്ഡിതന്മാർ വരെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത മൗലൂദുകളുടെ പരമ്പരയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. സാധാരണ ഒരു സുന്നി പള്ളിയിലത്തെ ഉസ്താദിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, മൂപ്പരോട് ഒരു മൗലൂദിനെ പറ്റിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പർക്ക് ആകെ അറിവുണ്ടാവും ഷറഫലന മൗലൂദ്, അല്ലെങ്കിൽ മങ്കൂസ് മൗലൂദ്, അല്ലെങ്കിൽ ബദ്ർ മൗലൂദ് പോലെയുള്ള മൗലൂദ് മാത്രമേ അറിയുള്ളൂ. അതേസമയം ഹുസൈൻ സലഫി CM മടവൂരിൻ്റെ മൗലൂദ് വരെ ഓതിക്കളഞ്ഞു. പക്ഷേ അപ്പം മൗലൂദ് പാടില്ല എന്ന് ഇവർ പറയുന്നു. അത് അറബിയിലായാലും പറ്റൂല, അറബി മലയാളത്തിലായാലും പറ്റൂല, വേറെ ഏത് ഭാഷയിലായാലും മൗലൂദ് പറ്റൂല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുന്ന ഇവരൊരു നേതാവ് ഉണ്ടായിരുന്നു, ഇബ്നു തൈമിയ്യ, സാക്ഷാൽ അബ്ദുൽ വഹാബിൻ്റെ ശിഷ്യനെ. അയാളെ അക്കാലത്തെ ഗവൺമെൻറ് ഇയാളെ കൊള്ളരുതായ്മ കൊണ്ടേ പിടിച്ച് ജയിലിലിട്ടു. ജയിലിൽ കിടന്നിട്ട് ഇയാൾ മരിച്ചു. അപ്പോൾ ഇവരെ അക്കാലത്തെ പ്രമുഖനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഉമർ ബിൻ ബർദി എന്ന് പറയുന്നത്. അയാൾ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു മൗലൂദ് എഴുതിയുണ്ടാക്കി. എന്താ പാടുന്നത്? തുവഫി വഹുവ മസ്ജൂനുൻ ഫരീദു വലൈസ ലഹു ഇലദ്ദുന്യം ബിസാതു വലൗ ഹദറു ഹീന ഖുദിയല അൽഫൗ മലായികതൻ നഈമി ബിഹി അഹാതു. തുവഫി വഹുവ മസ്ജൂനുൻ, അദ്ദേഹം ജയിലിലടക്കപ്പെട്ടവനായി മരണപ്പെട്ടു. ഫരീദുൻ, ഏകനായി. വലൈസ ലഹു ഇലദ്ദുന്യം ബിസാത്തു, അദ്ദേഹത്തിന് ദുനിയാവിലേക്ക് യാതൊരു ചായ്വും ഉണ്ടായിരുന്നില്ല. വലൗ ഹദറൂഹു ഹീന ഖുദിയല അൽഫൗ, അദ്ദേഹത്തിൻ്റെ വിധി നടപ്പായ സമയത്ത് അവരെങ്ങാനും അവിടെ സന്നിധരായിരുന്നെങ്കിൽ അവർ കാണുമായിരുന്നു. മലായികതൻ നഈമി ബിഹി അഹാതു, അതായത് സ്വർഗീയ സുഖത്തിൻ്റെ മലക്കുകൾ ഈ ഇബ്നു തൈമിയ്യയെ ചുറ്റി നിൽക്കുന്നതായി അവർ കാണുമായിരുന്നു എന്നർത്ഥം വരുന്ന മൗലൂദൊക്കെ ഇവരിറക്കി കളഞ്ഞിട്ടുണ്ട്. ആര്? നമ്മുടെ റസൂലുള്ളാഹിന്റെ മൗലൂദ് ഇറക്കാൻ പറ്റൂല, അബൂബക്കർ സിദ്ദീഖിന്റെ മൗലൂദ് ഇറക്കാൻ പറ്റൂല, ഫാത്തിമ ബീവിൻ്റെ മൗലൂദ് ഇറക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഇതേ ഫുലാന്മാർ തന്നെയാണ് അവരുടെ നേതാവായ ഇബ്നു തൈമിയ്യ മരിച്ചപ്പോൾ
തുവഫീ വഹുവ മസ്ജൂനുൻ ഫരീദു ഫലൈസ ലഹു ഇലദ്ദുന്യം ബിസാതു എന്നിങ്ങനെ തുടങ്ങുന്ന ഇബ്നു തൈമിയ മൗലൂദ് ഇറക്കിയത്. അതിനെപ്പറ്റി ചോദിച്ചാൽ ചില വഹാബി മുജാഹിദ് നേതാക്കന്മാർ പറയും, അതിലങ്ങ് ഗൾഫിലും അറബ് രാജ്യങ്ങളിലും ബുഖാറയിലും ഈജിപ്തിലൊക്കെയുള്ള ആൾക്കാർ എഴുതിയതിന് നമുക്ക് മലയാളികൾ ഉത്തരവാദിയല്ല. അങ്ങനെയാണെങ്കിൽ മുജാഹിദിൻ്റെ കേരളത്തിലെ ഒരു പ്രമുഖ നേതാവുണ്ടായിരുന്നു PV അബ്ദുൽ ഖാദർ മൗലവി. അയാൾ മരിച്ചപ്പോൾ ഇവർ മൗലൂദ് ഇറക്കി. എന്താ മൗലൂദ്? ബക്കൈനാ തൂല അയ്യാമി അലാദിൽ ജാഹി മിക്റാമി അലാ ഫീവി അബി ലൈല ഇമാമൻ നാസി ഖുദ്ദാമി. എന്താ രസമുണ്ടല്ലേ? ബക്കൈന ഞങ്ങൾ കരഞ്ഞു, അലാ തൂല അയ്യാമി നീണ്ട ദിവസങ്ങളോളം ഞങ്ങൾ കരഞ്ഞു. എന്തിനീ? ബഹുമാനപ്പെട്ടവരുടെ ഓർമ്മ കൊണ്ടാണ് ഞങ്ങൾ കരഞ്ഞത്. ആര്? അലാ PV അബി ലൈല, ഇമാമുമാരുടെ നേതാവായ അബ്ദുൽ ഖാദർ മൗലവിയുടെ മരണത്തെക്കുറിച്ചോർത്ത് ഞങ്ങൾ ഒരുപാട് കരഞ്ഞു. ഇത് തന്നെയല്ലേ നമ്മൾ മൗലൂദിലും പറയുന്നത്? ബുർദവൈദ്യ പറഞ്ഞെന്നാ അമിൻ തദക്കുരിജി റാനിം ബിദി സലമി മാസജിതദം അഞ്ചറാ മിമുക്കിലത്തിൻ ബിദമി. റസൂലുള്ളാഹിനെ ഓർത്തിട്ടേ കണ്ണിന്ന് കണ്ണീരൊഴുകുകയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മൗലൂദ്. അതും പിന്നെ അപ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ പറ്റി മൗലൂദ് ചെല്ലാൻ പാടില്ല, ബദരീങ്ങളെ മൗലൂദ് ചെല്ലാൻ പാടില്ല. പിന്നെ നമ്മൾ അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദ് ചെല്ലാൻ പാടില്ല. അബ്ദുൽ ഖാദർ ജീലാനി, ഔസുലാദ മൊയ്തീൻ ഷെയ്ഖ് തങ്ങളെ മൗലൂദ് ചെല്ലാൻ പാടില്ല. ഒക്കെ ഇത് ഇവർ പറയുന്ന കേട്ടോ, ഞാനല്ലേ. ഇതൊന്നും പാടില്ല. പക്ഷെ ആര് ചെല്ല? ജയിലിൽ കിടന്നിട്ട് മരിച്ചുപോയ ഇബ്നു തൈമിയ്യന്റെ മൗലൂദ് ചെല്ലൽ തെറ്റില്ല, ശിർക്കല്ല, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മലബാർ കലാപത്ത് മലബാറിലെ മുസ്ലിങ്ങളെല്ലാം പൂക്കോട്ടൂരും താനൂരും ഇതൊക്കെ ബ്രിട്ടീഷുകാരായിട്ട് ഏറ്റുമുട്ടി മരിക്കുന്ന സമയത്ത് പൊന്നാനി പോയിട്ട് അവിടുന്ന് കല്യാണം കഴിച്ച് ഒളിവ് താമസിച്ചിട്ട് മരിച്ചുപോയ അബ്ദുൽ ഖാദർ മൗലവി അങ്ങ് മരിച്ചപ്പോഴോ അയാളുടെ പേരിൽ മൗലൂദ് ചെല്ലൽ ശിർക്കല്ല, അത് നല്ല കാര്യമാണ്. ഏത് കാര്യം ഇവന്മാരുടെ എടുത്തു നോക്കിയാലും ഇതൊക്കെ തന്നെയേ ഉള്ളൂ. എന്നിട്ടോ മൗലൂദിൻ്റെ വിഷയം ഒരു കാര്യം വളരെ അംഗീകരിച്ചേ പറ്റുള്ളൂ കേട്ടോ. കാരണം സുന്നികളായ നമ്മൾ മൊയ്ലാന്മാർ, നമ്മളല്ല, സുന്നികളായ മൊയ്ലാന്മാർ ഈ മൗലൂദി എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഇനി പഠിക്കാനുള്ളവർ നമ്മുടെ ഹുസൈൻ സലഫീൻ്റെ അടുത്ത് പോയിട്ട് ബെത്തിലി അടക്കിയും വെച്ചിട്ട് ദക്ഷിണ വെച്ചിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് കാണാതെ പഠിക്കണം മക്കളെ. അതാണ് ഞാൻ കേട്ടിട്ടില്ല ഇതുപോലെ മൗലാന്മാരെ അടുത്തൊന്നും. എന്താ പറയുക, CM മടവൂരിനെ പറ്റിയിട്ടുള്ളൊരു മൗലൂദുണ്ട്. അതൊന്നും നമ്മുടെ ഈ എന്താ പറയുക ബദറുൽ ഹുദ യാസീനി എന്തൊക്കെ രീതിയിലാണോ ചെല്ലുന്നതെന്ന് കേട്ടാൽ ഞാൻ മോയിൻകുട്ടി വൈദ്യർക്ക് കഴിയൂല. സാക്ഷാൽ മോയിൻകുട്ടി വൈദ്യർ ഇയാളെ കണ്ടാൽ നമിച്ചു പോകും. ആ രീതിയിൽ മൗലൂദ് ചെല്ലുന്നുണ്ട് എൻ്റെ കുട്ടികളെ. ആര്? ഹുസൈൻ സലഫി. അത് കേട്ടിട്ട് തരിച്ച് നിന്ന് പോകും. കേൾക്കേണ്ട സംഭവമാണ്. നമ്മുടെ മുല്ലാന്മാർക്കൊന്നും ആർക്കാ ബദർ മൗലൂദ് തന്നെ കാണാതെ അറിയാവുന്ന മുല്ലാന്മാരുണ്ടോ? അപൂർവം ഞാൻ വിചാരിക്കുന്നത് അങ്ങ് ചെല്ലാൻ. പിന്നെ വേറൊരാളും കൂടി ഉണ്ട്, അവർ വാടകയ്ക്ക് എടുത്തിന് കഥാപ്രസംഗത്തിന് പിന്നണി പാടാൻ പോകുന്ന ആളായിരുന്നു അത്രേ. അയാളും അത്യാവശ്യം കഥാപ്രസംഗ രൂപത്തിലും പറയും, മൗലൂദ് രൂപത്തിലും പറയും. ഇതാണ് ഇവരുടെ മൗലൂദിനെ കുറിച്ചിട്ടുള്ള നിലപാട്. പിന്നെ വേറെ ചിലർ കമൻ്റ് ഇട്ടത് കുത്തുബിയത്ത് കഴിക്കുന്നതിനെ പറ്റിയിട്ട് എന്താ, സുന്നികൾ കുത്തുബിയത്ത് കഴിക്കുന്നതിനെ പറ്റിയിട്ട് എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. പൊന്നാര സഹോദരന്മാരെ ഒരു കാര്യം പറഞ്ഞുതരാം. സുന്നികളെ മൗലാന്മാരാരും നിങ്ങൾ കുത്തുബിയത്ത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നോ അല്ലെങ്കിൽ കുത്തുബിയത്ത് നിർബന്ധമായിട്ട് കഴിക്കണമെന്നോ
ഇതൊന്നും ആരും പറയുന്നില്ല. നമ്മളെ മദ്രസ നിന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയങ്ങൾ. ഒന്ന് വാജിബ് എന്നും ഫർദ് എന്നും പേരുള്ള കാര്യം എന്ന് വെച്ചാൽ ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ കുറ്റമുള്ളത്. ഫർദ് നിസ്കാരവും ഫർദായ നോമ്പൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. പിന്നെ പറയുന്ന ഹറാമ് എന്ന് വെച്ചാൽ ചെയ്താൽ കുറ്റം, ഉപേക്ഷിച്ചാൽ കൂലി. പിന്നെ മൂന്നാമത് പറയുന്ന സുന്നത്ത്, ചെയ്താൽ കൂലി, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. 4 മക്രൂഹ് എന്ന് പറഞ്ഞാൽ കറാഹത്തായ കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്താൽ കുറ്റമില്ല, ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. പിന്നെ മുബാഹ് എന്ന് പറഞ്ഞാൽ ഹലാല്, ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ കുറ്റമോ ഇല്ലാത്തത്. ഈ 4 വിധികളിലും എവിടെയും പറയാത്ത കാര്യമാണ് നിങ്ങളീ പറയുന്ന കുത്തുബിയത്തും നാരിയത്ത് സലാത്തും. ഇതൊക്കെ സലാത്തായതുകൊണ്ട് സലാത്ത് അഫ്ളലിനെ പറ്റി സുന്നത്ത് പെട്ട് തന്നെയാണ്. കുത്തുബിയത്തൊന്നും അതിലേടിയും സുന്നി പണ്ഡിതന്മാരാരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അതിൻ്റെ പിന്നാലെ പോകാൻ വേണ്ട. പിന്നെ മൗലൂദ് എന്ന് പറഞ്ഞാൽ ഖുർആന് മൊത്തം റസൂലുള്ളാഹിന്റെ മൗലൂദാണെന്ന് സലഫി തന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വർഫൈനാലൊക്കെ ദിക്ർ കഥാ റസൂലുള്ളാഹിന്റെ പേര് പ്രശസ്താക്കി, നമ്മളെ കൊണ്ട് കഴിയുന്നതിന് നമ്മളും പ്രശസ്താക്കുക. അതിലും സലാത്തി അല്ലാൻ ആണ് കൂടുതലും പണ്ഡിതന്മാർ പറയുന്നത്. അതിൻ്റെ കാര്യത്തിൽ മുജാഹിദേക്കും തർക്കം ഉണ്ടാവില്ല. പിന്നെ എന്താ പ്രശ്നം? അവർക്ക് എന്തും പറ്റും. നമ്മൾ സാധാരണ ഇപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾ പറയും എന്തേ, അവരിട്ട് കഴിഞ്ഞാൽ ബർമുട, നമ്മളിട്ട് കഴിഞ്ഞാൽ വള്ളി ടൗസർ. ആ പരിപാടി മാറ്റണം എന്നാണ് ഈ വഹാബികളോട് എനിക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നിങ്ങൾ നേതാക്കന്മാരെ എന്ത് മൗലൂദും കഴിക്കാം, നേർച്ചയും കഴിക്കാം, തവസ്സുലാകാം, ഒക്കെ ആകാം. അതിനെക്കാട്ടും കുറേ കൂടി മേലുള്ളവരാണ് നമ്മളെ ബഹുമാനിക്കുന്നത്. നിങ്ങളെ അത്രയാണ് പറയുന്നുള്ളൂ. എങ്ങനെ നിങ്ങൾ പറയുന്ന ഈ സലഫിമാരും സലായിമാരും ഒക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഒരു 10 100 ഇരട്ടി അറിവ് കൊണ്ടും തഖ്വ കൊണ്ടും സൂക്ഷ്മത കൊണ്ടും അറിയപ്പെട്ട പണ്ഡിതന്മാരാണ് മറുഭാഗത്തുള്ളത്. അപ്പോൾ അവരെ ഒന്നും മൗലൂദും നേർച്ചയൊന്നും പറ്റൂല, നിങ്ങളെ മൗലവിമാർക്കൊക്കെ പറ്റും എന്നുള്ള രീതി മാറ്റണം എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഇവരായിട്ട് ഇങ്ങോട്ട് ചൊറിയുന്ന സമയത്ത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.